വണ്ടി കണ്ടീഷനാ. വണ്ടി കുന്താണ്. ഹെഡ്ലൈറ്റ് ശരിയാണോ നോക്കാൻ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുക. താൻ എവിടുത്തെ ഫിറ്ററാടോ? പിന്നെ ടെസ്റ്റ് എടുക്കാതെ എങ്ങനെ? എന്തിന്റെ ടെസ്റ്റ്? എന്നെ കൊല്ലാൻ ടെസ്റ്റാ? ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നാൽ ആ വണ്ടി എല്ലാ തരത്തിലും കണ്ടീഷൻ ആയിരിക്കണമെന്ന് ശ്രീധരന് നിർബന്ധമുണ്ട്. വല്ലയിടത്തും ചെന്നിട്ട് ഇപ്പൊ എന്റെ കാറ്റ് പോയിരുന്നെങ്കിലോ? നമ്മൾ ഇൻഷുറൻസുകാരെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കും. എന്റെ കോൺട്രാക്ടർ സാറേ 11ാമത്തെ വയസ്സിൽ വട്ട് പിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ, അറിയോ? തന്നെ പോലെ വട്ടമുള്ള വേറൊരുത്തൻ എതിര് വരാതിരുന്നത് എന്റെ ഭാഗ്യം. പതുക്കെ ഓടിക്കണേ, പൈസ കാരണം. ആ വയറൊക്കെ വലിച്ചു പറിച്ചോ? അല്ല, ഈ ചോപ്പ് വയർ തന്നെയല്ലേ ഹോണിലേക്കുള്ള കണക്ഷൻ? ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഹോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഹോൺ അടിച്ചു നോക്കുമ്പോ ഒരു തരം പട്ടി മോങ്ങുന്ന ശബ്ദം. പറഞ്ഞ പണി ചെയ്തോ. ആ ഗിയർ ബോക്സ് അടിക്കും. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ഇതില്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. അല്ല, ശ്രീധേട്ടൻ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്കോ. എന്തായാലും തീരുവോ ഇത്? എന്തായി? ആ മിസ്സിംഗ് അതുപോലെ തന്നെയുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്തോ? ചെയ്തു. കോയിലേശ് നോക്കിയോ? അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ സ്വന്തം ബുദ്ധി ഒരു ഇത്തിരി ഉപയോഗിച്ചൂടെ? സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ദാമോട്ടിന് പോരും. വേട്ടെ. ഞാൻ പറയാൻ വിട്ട്. ആ ശേഖരൻ മുതലാളി വിളിച്ചിരുന്നു. ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം അത്രേ. അത്യാവശ്യം ആൾക്കല്ലേ? ഹലോ, അതെ ശ്രീധരനാണ്. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുതലാളി. ഒരു വണ്ടിയുടെ ക്രാങ്ക് നോക്കാൻ 9 മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓ പറ്റി വരാം. അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീധേട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മലയാളുടെ മോളെ കെട്ടിച്ചേരാത്തതിലുള്ള ദേഷ്യല്ലേ ശ്രീധേട്ടന്? പോടാ അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീധേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം. അതിനയാൾ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്. ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. അതെ, ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും. നല്ല മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകുകയും ചെയ്യും. അതെ, പണി. ശ്രീധരേട്ട പോവല്ലേ? നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരൻ ഉണ്ടല്ലേ കളിക്കാൻ ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ണു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരേട്ടൻ എന്താ ക്ലബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് ചെയ്ത് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്. കരക്കേടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കാം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല. രമേശൻ ക്ഷയരോഗിയ. ആ കളി വേണ്ട. ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടും ഒക്കെ ഉള്ള റോൾ ഉണ്ടെങ്കിൽ മതി. നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്ക് വല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം. നടുവന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ മാർക്ക്-4ന്റെ എഞ്ചിനൊന്നും അയക്കണം. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചെടുത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ ആരാണ? നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങളില്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട നമുക്ക് പോവാം. ചെല്ലു അത് നോക്ക്, കളിക്കാൻ പോണ്ടേ? ആണെന്ന് അല്ലല്ല, നേരത്തെ 5-3 ആയിരുന്നു. ശ്രീധരേട്ടൻ സ്കോർ എടുക്കാൻ തുടങ്ങി. എന്നാ വേണ്ട, ഞാൻ നിങ്ങളെ പോലെ കള്ളം പറയുന്നില്ല. 6-3. ആകാശവാണി.
കാറ്റ് തനിക്കല്ലാത്ത പോയാ സ്റ്റാൻഡ് പിടിക്കാൻ നോക്ക്. ആയിരുന്നോ? ഔട്ടോ ലൈന്റെ 10 അടി ഇപ്പുറത്തെ പന്ത് വീണത്. 10 അടിയോ? കള്ളം പറയാതെ കളിച്ചു ജയിക്കാൻ നോക്കി. ശ്രീധരനെ നാക്കെട്ടെന്നാണ് പറയുന്നത്. നീ എന്താണ് എപ്പോഴും അവരുടെ ഭാഗം പറയുന്നത്? നോക്ക് പന്ത് വീണ പാട് നോക്ക്. എന്നും തല്ല വെറുതെ ഓരോരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് പറയാനാ? സന്ധ്യാസമയമാണ്, വിളക്ക് കത്തിച്ചിട്ട് നാളെ നാമം ചെല്ല. ആ വിചാരമൊന്നുമില്ല. വളർന്ന് കൊന്നത്തെങ്ങ് പോലെയായി. ശ്രീധരന്റെ കല്യാണക്കാരൊക്കെ എന്തായി? എന്തിനെപ്പോ ഇത്ര ധൃതി വെച്ച് കെട്ടിക്കണത്? അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ടില്ല പിള്ളേരോടൊപ്പം കിടന്ന് ചാടി തുള്ളുന്നത് ഈ പ്രായത്തില്. ഈ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി നടന്നവരൊക്കെ ഇപ്പൊ എവിടെ? കുഞ്ഞനന്തൻ നായർ, KPR മേനോൻ, എല്ലാവർക്കും കമ്മിറ്റിയിൽ അംഗമാവണം. ആരും പ്രവർത്തിക്കാനില്ല. ഇൻകം ടാക്സുകാർ റെഡി ആയിരിക്കാൻ വേണ്ടി മാത്രം അവർക്ക് ഈശ്വരന്റെ കാര്യത്തിൽ സഹകരണമില്ലാത്ത ആരും കമ്മിറ്റിയിൽ വേണ്ട. എന്നെ രക്ഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് ഇന്ന് വരെ ഒരു ഈശ്വരൻ ആരോടും പറഞ്ഞിട്ടില്ല. അടുത്ത മീറ്റിംഗിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കാൻ പോവുക. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. മാഷ് പറയുന്നത് എന്ത്? ഞങ്ങൾക്ക് സമ്മതം. മതി. എടാ, ആ പേപ്പറും കമ്പും ഒക്കെ വെട്ടിമുറിച്ചോടാ. അമ്മ കൈയെടുക്ക്. ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ. കൈയെടുക്കാൻ. ദേഹത്തൊട്ടുള്ള കളി വേണ്ട. രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിയിരുന്ന കാലം എന്നേ കടന്നുപോയി. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത്. അമ്മ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? എവിടുന്ന് പഠിക്കാൻ? രാഷ്ട്രം വെച്ചുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. ശ്രീധരൻ ഒരു വർഷാപ്പ് മുതലാളി, പെറ്റിഭൂഷ. എടാ, സ്വന്തം ചേട്ടന് എനിക്ക് സഹതാപമുണ്ട്. പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴുക്കുചാലിൽ വീണ് എന്റെ പെങ്ങൾ മുങ്ങിച്ചവയാണ്. കഷ്ടം. എന്തൊക്കെ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളാ ആ ചെക്കൻ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചാവോ? നല്ല ചൂരക്കഷായത്തിന് കുറവമ്മേ. വന്നു അവനിപ്പോ വലിയേട്ടനെയും പേടിയില്ലാണ്ടായി. രാജു നബടി. വാ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നത്? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കാനാണോ മീറ്റിംഗുകളിലാണോ നിന്റെ വർക്ക്? എടാ, നിന്നോടാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസ്റ്റാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് IQ നോക്കട്ടെ. IQ? വലിയ ഒന്നും മനസ്സിലാവില്ല. ശ്രീധര, നല്ല 2 അടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിതിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. ഇവനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും MLA മാരും ഒക്കെ. നമ്മുടെ തലവാട്ടിൽ ഒരു മന്ത്രി ഇരിക്കട്ടെ. ശ്രീധര, ഒരു ടൂറിസ്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കുക ഒരാഴ്ചത്തേക്ക്. ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. മധുര മീനാക്ഷി, ഗോകർണം, കന്യാകുമാരി. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ദൈവസന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരുക ഭാനു. തീവണ്ടി യാത്ര വളരെ ദുഷ്കര. പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമെന്ന് നോക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത്തവണ തിരുപ്പതി പോയിട്ട് തല മുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ തലയിൽ ഇനി എന്തുണ്ട് മുണ്ടനം ചെയ്യാൻ?
പുരോഗമനം വല്ലതും ഉണ്ടോ മാഷേ? കുഴപ്പം വരില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പം വരില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മണിയമ്പത്ത് തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല. 1ാം സമ്മാനം വാങ്ങിച്ചു പോലെ നിന്റെ തൊലി ഞാൻ ഉലിയും. എന്നാണ് യൂത്ത് ഫെസ്റ്റിവല്? വെള്ളിയാഴ്ച. ആ അപ്പൊ പിന്നെ ആരും ദിവസമില്ല മാഷേ. പാട്ടിന് മാർക്കിടാൻ വരുന്നവരെ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിലേ അങ്ങനെ ചെയ്തോളൂ. അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ. ഇപ്പൊ സ്കൂള്, പിന്നെ ജില്ല, അത് കഴിഞ്ഞ സംസ്ഥാനം. മണിയമ്പ തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ 1ാം സമ്മാനം കിട്ടുക, അവളൊരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക, അതൊക്കെ തറവാട്ടിനൊരു അന്തസ്സല്ലേ മാഷേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. മാർക്കിടുന്ന ആരാന്ന് അന്വേഷിക്കും, നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ മാഷേ? ബാബു വിളിക്കുന്നു. നടക്കട്ടെ 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 നടക്കട്ടെ. ഇതാ, അച്ഛനവിടെ ചൂടായിട്ട് വണ്ടി പിന്നെ തകരാറായി. അതെങ്ങനെ? നിന്റെ അച്ഛനെ ക്ലച്ച് ചവിട്ടാനും അറിയില്ല, ഗിയർ ചെയ്യാനും അറിയില്ല, പിന്നെ എങ്ങനെ വണ്ടി കുഴപ്പമായിരിക്കാം?